ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ 6th മോഡ്യൂളിലെ സെക്കൻഡ് ടോപ്പിക്കാണ് ബക്കി പേപ്പർ എന്നാണ് ആ ടോപ്പിക്കിൻ്റെ പേര്. ആക്ച്വലി ഇതിൻ്റെ അപ്ലിക്കേഷൻസ് എല്ലാം കോൺസെപ്റ്റ് ആയിട്ടാണ് പറയുന്നത്. പലതും ചിലപ്പോൾ റിസർച്ച് ലാബിലൊക്കെ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് ഉണ്ടാവാം, പുറത്ത് വന്നിട്ടില്ല. നമുക്ക് പാറ്റേൺസ് ആയിട്ടും അതുപോലെ തന്നെ റിസർച്ചേഴ്സൊക്കെ ആയിട്ടാണ് ഇത് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് എന്താണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്നുള്ളതും അതുപോലെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കി നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഈ ബക്കി പേപ്പർ എന്ന് പറയുന്നത് കുറച്ച് കാർബൺ നാനോ ട്യൂബ്സിനെ അറേഞ്ച് ചെയ്തിട്ട് ഒരു പേപ്പർ രൂപത്തിലേക്ക് മാറ്റിയെടുത്ത ആ ഒരു മെറ്റീരിയലിനെയാണ് ബക്കി പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ബക്കി എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഫോമാണ്. അതിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ബക്ക്മിൻസ്റ്റർ ഫുള്ളറൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേരിനെയാണ് ബക്കി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, C60 എന്നാണ് അതിൻ്റെ കോഡ് നമ്മൾ പറയാറ്. ആക്ച്വലി ഈ ബക്ക്മിൻസ്റ്റർ ഫുള്ളറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ കാർബണിൻ്റെ ആറ്റത്തിനെ 12 പെൻറ്റഗണായിട്ടും 20 ഹെക്സഗൺ എന്നുള്ള രീതിയിൽ നമ്മൾ അറ്റോമിക് അറേഞ്ച്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കൊരു നാനോ ട്യൂബായിട്ട് കൺവേർട്ട് ആവും. അവർ ആ ഒരു നാനോ സൈസിലാണ് പറയുന്നത്. അതുകൊണ്ട് നാനോ ടെക്നോളജി എന്നിവിടെ പറയുന്നത് നാനോ സൈസിൽ നമുക്ക് ഒരു ട്യൂബായിട്ട് കൺവേർട്ട് ആവും. ആ ട്യൂബ് പറഞ്ഞാൽ കോടിക്കണക്കിന് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് ട്യൂബിനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ആ നാനോ ലെവലിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഷീറ്റ് രൂപത്തിലേക്ക് കിട്ടും. ആ ഷീറ്റിനെയാണ് നമ്മൾ ബക്കി പേപ്പർ എന്ന് പറയുന്നത്. ക്ലിയർ ഉണ്ട്? അപ്പോൾ അതാണ് ബക്കി പേപ്പർ ഈസ് എ മാക്രോസ്കോപ്പിക് സൈസാണ്. ഓക്കെ, അത് പറഞ്ഞാൽ നമുക്ക് പേപ്പർ, നമ്മുടെ കയ്യിലൊരു പേപ്പർ എങ്ങനെയുണ്ട്, ആ പേപ്പറിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറ്റോമിക് ലെവലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഈ രീതിയിലുണ്ടാവും. ക്ലിയർ ഉണ്ട്? ഇതാണ് ട്യൂബ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ ഈ ട്യൂബ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ കാർബണാണ്. കാർബണിൻ്റെ ആറ്റത്തിനെയാണ് നമ്മൾ ഈ ട്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി ഈ ട്യൂബ് എന്ന് പറയുന്നത് 12 നമുക്ക് പെൻറ്റഗൺസും ഉണ്ടാവും, 20 നമുക്ക് ഹെക്സഗൺസും ഉണ്ടാവും. അതൊരു സൈസിലാണ്. ഇത്ര സൈസിൽ നാനോ സൈസിൽ 12 പെൻറ്റഗണും ഉണ്ടാവും, 20 ഹെക്സഗണും ഉണ്ടാവും. അത് പറഞ്ഞാൽ ഇതാണ് ആറ്റം. ഇവിടെയാണ് നമുക്ക് ആറ്റംസ് ഉണ്ടാവുക അല്ലേ. ഈ ആറ്റംസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന സൈസാണ് ഇവിടെ പറഞ്ഞത്. ഇതിപ്പോൾ ഹെക്സഗണാണ്. ഇതിലേതെങ്കിലും ഒരു ഭാഗത്ത് പെൻറ്റഗണും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ഒരു ട്യൂബ് രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇതിനെയാണ് നമ്മൾ കാർബൺ നാനോ ട്യൂബ് എന്ന് പറയുക. ഈ നാനോ ട്യൂബിനെ നമ്മൾ ഈ രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പേപ്പർ കിട്ടും. ആ പേപ്പറിനെയാണ് നമ്മൾ ബക്കി പേപ്പർ എന്ന് വിളിക്കുക. അങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന ടെക്നിക്കൽ നെയിമാണ് ബക്ക്മിൻസ്റ്റർ ഫുള്ളറൈൻ എന്ന് പറയുന്നത്. C60 എന്ന് പറയും. ക്ലിയർ ഉണ്ടോ? ഓക്കെ, ഇനി നമുക്ക് ഇതിൽ എൻ്റെ ഒരു ഫ്രണ്ട് എയറോസ്പേസുമായി വർക്ക് ചെയ്യുന്നുണ്ട്, റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഇതിനൊരു പ്രസക്തി ഇല്ല എന്നും ഇതിൻ്റെ കോൺസെപ്റ്റുകളേ ഉള്ളൂ, C45 പോലുള്ള മെറ്റീരിയൽസൊക്കെയാണ് ഉപയോഗിക്കണമെന്ന് പറയണ കേട്ടു. എനിക്ക് കൂടുതൽ അറിവില്ല. സോ നമുക്കിത് ജസ്റ്റ് എന്താണ് നമുക്ക് നോക്കി പോവാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് സ്പെഷ്യാലിറ്റി അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ഈ ബക്കി പേപ്പർ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബക്കി തന്നെ വേണ്ട, നമുക്ക് ഈ സിംഗിൾ കാർബൺ നാനോ ട്യൂബ് എടുത്തു കഴിഞ്ഞാൽ 200x സ്ട്രോങ്ങർ ആയിരിക്കും സ്റ്റീലിനേക്കാളും. അതിനാൽ അത്രയും സ്ട്രെങ്ത്താണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അതിലൊരു ബക്കി പേപ്പർ ചെയ്ത് കഴിഞ്ഞാൽ 500 മടങ്ങ് സ്ട്രെങ്ത് ആയിരിക്കും സ്റ്റീലിനേക്കാളും ഉണ്ടാവുക. സ്റ്റീലാണ് നമുക്ക് മെറ്റൽസിലുള്ള സ്ട്രെങ്ത് നമ്മൾ പറയാറുണ്ട് അല്ലേ. അതിൻ്റെ 500 മടങ്ങ് സ്ട്രെങ്ത്ത് നമുക്ക് ഈ ഇതിൽ കിട്ടും. പറഞ്ഞാൽ ഡയമണ്ടിനേക്കാളും ഹാർഡർ ആയിരിക്കും ഈ മെറ്റീരിയൽ എന്നാണ് ഇതിൻ്റെ ഒരു പ്രിഡിക്ഷൻ എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ് കേട്ടോ, നമുക്കിത് വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആണ്, നല്ല ഫ്ലെക്സിബിലിറ്റി ആണ്, അതേപോലെ ബ്രാസും സ്റ്റീലും പോലെ ഹീറ്റ് ഡിസ്പേഴ്സ് ചെയ്യും, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും, അതുപോലെ വാട്ടർ റെസിസ്റ്റൻസ് ആണ്, കൊറോഷൻ റെസിസ്റ്റൻസ് ആണ്. ഇത്രത്തോളം എൻഹാൻസ്ഡ്, അതുപോലെ സുപ്പീരിയർ പ്രോപ്പർട്ടി ഉള്ളൊരു മെറ്റീരിയലാണ് നമുക്ക് ബക്കി പേപ്പർ എന്ന് പറയുന്നത്. ഇതിന് ഞാൻ ജസ്റ്റ് ആപ്ലിക്കേഷൻ പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോകാം. ഇവർ പറയുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് എന്നുള്ളതും, ആ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത് കൊണ്ട് നമുക്കിതിനെ ഒരു ഫോൾഡബിൾ ഡിസ്പ്ലേ, നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഗാലക്സി ഫോൾഡ് പോലുള്ള ഫോണുകളിൽ ഫോൾഡബിൾ ഡിസ്പ്ലേ ആയിട്ട് ഇത് ഉപയോഗിക്കാമെന്നും പറയുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ വരുന്ന എല്ലാ ഫോൾഡിൻ്റെയും ഡിസ്പ്ലേ ഞാൻ എടുത്തപ്പോൾ അതിൽ ഞാൻ കണ്ടില്ല
ഓക്കെ. അതിൽ വേറെ ഏതൊക്കെയാണ് മെറ്റീരിയൽ പറഞ്ഞത്. അപ്പോൾ ഈ കാർബൺ നാനോ ട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് ഫോൾഡബിൾ ഡിസ്പ്ലേ ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ല. ഓക്കെ. പിന്നെ ഇവർ പറയുന്നത് പറഞ്ഞാൽ ഇതുപോലുള്ള നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള നമ്മൾ ഈ പല ഇത് ഫിക്ഷൻ മൂവീസൊക്കെ കാണുന്നില്ലേ ഒരുപാട്, ആ മൂവീസിലൊക്കെ കാണുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ഇതിൽ ചെയ്യാൻ പറ്റും. അതുപോലെ സ്മാർട്ട് വിൻഡോസ്, അതുപോലെ സ്മാർട്ട് ഫാബ്രിക്, ഇവിടെ തന്നെ ഇങ്ങനെ ECG കാണാൻ പറ്റുന്ന രീതിയിൽ, അതുപോലെ വിൻഡ് ടർബൈൻസിലൊക്കെ കോട്ടിങ് ഈ ഒരു ബക്കി പേപ്പർ വെച്ചിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കോൺസെപ്റ്റാണ്, നമുക്കൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് നോക്കിയപ്പോൾ ഒരു പറയുന്ന നമ്മുടെ ഈ ടർബൈൻസ് ഉണ്ടല്ലോ, നമ്മുടെ എയർക്രാഫ്റ്റിലുള്ള ടർബൈൻസ് എന്ന് പറയുന്നത്, ഈ ടർബൈൻസിൻ്റെ ഹീറ്റ് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ഈ ബക്കി പേപ്പർ ഷീൽഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഒരു ജേണൽ പേപ്പറിലാണ് കണ്ടത്. പക്ഷേ അത് എത്രത്തോളം റിയലായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അത് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ അങ്ങേരും പറഞ്ഞത് ഇത് തന്നെയാണ്, നമുക്ക് ഒരുപാട് കോൺസെപ്റ്റുകളേ ഉള്ളൂ, നമുക്ക് ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുകയാണെങ്കിൽ പ്രോപ്പർട്ടി പറഞ്ഞ പോലെ തന്നെയാണ്, പ്രൊട്ടക്റ്റീവ് ലെയർ ഫോർ മെറ്റൽസ്, ഇൻസ്ട്രുമെൻറ്റ്സ് എക്സെട്ര. അതാണ് ഞാൻ പറഞ്ഞത്, ആ ജേണൽ പേപ്പറിൽ ഞാൻ കണ്ടത് ഹീറ്റിനെ പുറത്തേക്ക് വരാതെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് അതിന് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ലൈറ്റ്നിങ് സ്ട്രൈക്സിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. അതേപോലെ ഇതിൻ്റെ വെയിറ്റ് ഭയങ്കര കുറവാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പ്ലെയിൻസിൻ്റെ പല സ്ട്രക്ചറൽ ഇതിലേക്ക് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ ഇറ്റ് അലോസ് ഫോർ വയർലെസ് ഡാറ്റ ട്രാൻസ്ഫർ ത്രൂ കോമ്പോസിറ്റ് മെറ്റീരിയൽ. അത്രത്തോളം പ്രോപ്പർട്ടി ഉള്ളതാണ് ഈ ബക്കി പേപ്പർ എന്ന് പറയുന്നത്. എത്രത്തോളം ഉപയോഗിച്ചു എന്നുള്ള ഒരു ഡാറ്റാസും നമുക്ക് അവൈലബിൾ അല്ല. ഓക്കെ. പിന്നെ അതുപോലെ ഇതിൻ്റെ സർഫേസസിൽ എനർജി സ്റ്റോർ ചെയ്യാം, വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനെല്ലാം സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് എടുക്കുകയാണെങ്കിൽ ഇതിലിപ്പോൾ പറയാനുള്ള ഇതൊരു ജസ്റ്റ് ഒരു ഇതിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക് അപ്ലിക്കേഷൻസ്. ബയോളജിക്കൽ ടിഷ്യൂ ആയിട്ടെല്ലാം ഇത് ഉപയോഗിക്കാം, നെർവ് സെൽസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. അതേപോലെ മൈക്രോ പാർട്ടിക്കിൾസ്, എയറിൻ്റെ മൈക്രോ ലെവലിലെ പാർട്ടിക്കിൾസിനെ നമുക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി, ക്യാപ്ചർ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ഫിൽട്ടർ മെംബ്രെയിനായിട്ട് ഇത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫിൽട്ടർ പേപ്പറായിട്ട് ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഫയർ റെസിസ്റ്റൻസ് അതിന് വേണ്ടി ഈ ബക്കി പേപ്പർ ഉപയോഗിക്കാം. അതാണ് ഞാൻ പറഞ്ഞത് ടർബൈനിൽ ഇതിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ. പിന്നെ ഇലുമിനേറ്റ് കമ്പ്യൂട്ടർ ആൻഡ് ടെലിവിഷൻ സ്ക്രീൻസ് അലോ ഫോർ മോർ യൂണിഫോം ലെവൽ ഓഫ് ബ്രൈറ്റ്നസ് ദാൻ കറൻറ്റ് CRT അല്ലെങ്കിൽ LCD പോലെ എന്ന് പറയാം. അപ്പോൾ അതാണ് അത് നമ്മൾ ഫോൾഡിൽ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, ഇതാവാം ഫോൾഡിൽ നിന്നാണെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ അല്ല, വേറെ മെറ്റീരിയലാണ്. ഓക്കെ. ഇതാണ് ബക്കി പേപ്പർ എന്നുള്ളത്. സോ നിങ്ങൾ ജസ്റ്റ് പഠിക്കുക എന്താണ് ബക്കി പേപ്പർ എന്നുള്ളത്. കാർബൺ നാനോ ട്യൂബ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു പേപ്പറാണ്. കാർബൺ നാനോ ട്യൂബ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ C60 ആണ് നാനോ ട്യൂബ് ഉപയോഗിക്കുന്നത്. C60യുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് 12 പെൻറ്റഗണും അതുപോലെ 20 ഹെക്സഗണോൺ ഉണ്ടാവുക. അതൊരു സൈസാണ്, ആ സൈസ് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊരു സൈസാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ. ഈ ഒരു സൈസിൽ 12 പെൻറ്റഗണും ഉണ്ടാവും, അതിൽ 20 ഹെക്സഗണും ഉണ്ടാവും. അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ ഡിഫറെൻറ്റ് കാർബൺ നാനോ ട്യൂബ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ബക്കി പേപ്പർ ഉണ്ടാക്കണം എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിൻ്റെ ഈ ബക്കി പേപ്പർ സ്റ്റീലിനേക്കാളും 500 മടങ്ങ് ശക്തിയായിരിക്കും, ഡയമണ്ടിനേക്കാളും ഹാർഡറായിരിക്കും. പിന്നെ ഇത്രത്തോളം പ്രോപ്പർട്ടീസ് നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. ഇതാണ് നമ്മുടെ ബക്കി പേപ്പർ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.